ശരിയാണ്, പ്രിന്റു മഹാദേവ് പറഞ്ഞത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് BJPയുടെ അസറ്റാണ്. അത് കോൺഗ്രസ്സുകാർക്ക് അറിയില്ല എങ്കിലും BJPക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. കാരണം BJPയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മോദി BJP, മോദി BJP, മോദി BJP. ഇതിൽ പരം ഒരു പ്രചരണം BJPക്ക് കിട്ടാനുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രിന്റു മഹാദേവൊക്കെ വായി തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞു എന്ന് വച്ചിട്ട് വേണമെങ്കിൽ പ്രിന്റുവിനെതിരെ BJP തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ് ഇയാളെ BJPയുടെ വല്ല നേതാവ് തന്നെ കേസ് കൊടുത്ത് ഇയാളെ പിടിച്ച് അകത്തിടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും രാഹുൽ ഗാന്ധി മരിക്കണമെന്നോ രാഹുൽ ഗാന്ധി കൊല്ലപ്പെടണമെന്നോ കോൺഗ്രസിലെ പലരും ആഗ്രഹിച്ചാൽ പോലും BJP അത് ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPയുടെ ഒരു നേതാവ് പറഞ്ഞു എന്ന് കരുതി അത് മൊത്തത്തിലുള്ള BJPക്കാർ ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം രാഹുൽ ഗാന്ധി ഇവിടെ ഇരുന്ന് പറയുന്നത് എന്താണ്? വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കുറേ ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ്, പിന്നെ ഇനി ലോകത്തില്ലാത്ത ബോംബുകളൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് അത് പൊട്ടിപ്പാളിസായി. അവിടെ മൈലേജ് ആർക്കാ കിട്ടിയത്? BJPക്ക്. രാഹുൽ ഗാന്ധി ഒരു വോട്ട് ചോരി യാത്ര നടത്തി. അവിടെ ചെന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടി രാഹുൽ ഗാന്ധി പോയ യോഗത്തിൽ മോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചു. ആർക്കാ മൈലേജ് കിട്ടിയത്? BJPക്ക്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് രാജ്യവിരുദ്ധമായ പല പ്രസ്താവനകളും നടത്തുന്നുണ്ട്. അതിൽ ആർക്കാ മൈലേജ് കിട്ടുന്നത്? ഇന്ത്യക്ക്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയല്ല, അല്ലെങ്കിൽ രാജ്യത്തെ വലുതാക്കാൻ രാജ്യത്തിൻ്റെ രക്ഷയല്ല എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എൻ്റെ ലക്ഷ്യം ഭരണകൂടത്തെ തകർക്കുക എന്നുള്ളതാണ്. അതായത് രാജ്യം വളരണമെന്നോ രാജ്യത്തെ വളർത്തണമെന്നോ ആഗ്രഹമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ഭരിക്കുന്ന സർക്കാരിനെ തകർക്കണമെന്നാണ്. അപ്പോൾ മൈലേജ് കിട്ടുന്നത് ആർക്കാണ്? BJPക്കാണ്. അത് മാത്രമല്ല, ഭരണത്തെ അട്ടിമറിക്കാൻ 2014 മുതൽ നരേന്ദ്രമോദി ഭരണത്തെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റുമായി കാര്യങ്ങൾ സംസാരിച്ച് രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ആ കലാപത്തെ തകർക്കുന്നത് ആരാണ്? BJP ആണ്. അത്